ശോഭിതം KMIC താരകം നേരി. എല്ലാവർക്കും ആ സംശയങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരാൾ നിന്നും കൊണ്ട് നെയ്യത്തൊക്കെ വെച്ച് ചലയിലേക്ക് വെള്ളം ഒഴിച്ചാണ് കുളിച്ച്, ആ നിന്നും കൊണ്ട് ഓനിങ്ങനെ മൊത്തം ഷവറ് വൈക്ക് എല്ലാ ഭാഗത്തേക്കൊക്കെ ഏകദേശം ആക്കി ഓൻ പിന്നെ ആ നിൽക്കുന്ന നൃത്തത്തിലാണ്. ഇന്നിപ്പോ മിക്ക സാധാരണക്കാരെ ഒരു കൂലി ആ ഒരു അവസ്ഥയ്ക്ക് നീങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, തല തോത്തിന് ഓൻ പോരുന്നു. ഇവിടെ ഞാനൊരു മസാല പറയാം, ആരും ഒന്നും വിചാരിക്കരുത് തിരിയാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഇബാറത്ത് വായിക്കാം. ഇബാറത്ത് വായിക്കുമ്പോൾ ഇതിന്റെ വകയല്ല, ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണെന്ന് ബോധ്യപ്പെടുമല്ലോ. അതുകൊണ്ട് സാധാരണക്കാരൊന്ന് ക്ഷമിക്കാം. വയജിബു ഗസ്ലുൽ മസ്റബത്തി മിനൽ ജനാബത്തി ലിഅന്നഹാ തൽഹറു ഫീ വഖ്തിൻ ഫതസീറു മിൻ ലാഹിരിൽ ബദനി. എന്നിട്ട് അത് കിതാബിന്റെ പേര് ഷറഹ് അബി ഷജാഇ എന്ന് പറയുന്ന കിതാബിന്റെ പേര് പറയുന്നത്. വഹിയ ഏതാ ഈ മസ്റബത്ത്? മസ്റബത്തിനെ കഴുകൽ നിർബന്ധാണ്. അതാണ് പറയുന്നത്. വയജിബു നിർബന്ധമാകും ഗസ്ലുൽ മസ്റബത്തി മസ്റബത്തിനെ കഴുകൽ നിർബന്ധമാകും മിനൽ ജനാബത്തി ജനാബത്തുണ്ടായാല്. അപ്പൊ വലിയ അശുദ്ധി ഉണ്ടായാൽ, അത് ഹൈൽ രക്തം നിന്നുള്ള കുലിയാണെങ്കിലും ശരി, പ്രസവ രക്തം നിന്നുള്ള കുലിയാണെങ്കിലും ശരി, അതല്ലെങ്കിൽ മനീയ് പുറപ്പെട്ടുള്ള നിർബന്ധമായ കുലിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ശാരീരികമായ ബന്ധത്തിലേർപ്പെട്ടുള്ള നിർബന്ധമായ കുലിയാണെങ്കിലും ശരി, ഞാൻ സൂചിപ്പിച്ചതാ. ചിലവർ മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് സംശയമുണ്ട്. ശാരീരികമായി ബന്ധപ്പെട്ട് സ്ഖലനമുണ്ടായാലേ കൊലി നിർബന്ധാവുള്ളൂ എന്ന് അപൂർവം ചില വ്യക്തികളുടെ മനസ്സിലേക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ അവിടെ തന്നെ ഞാൻ ആ ഒരു വിഷയം പറഞ്ഞപ്പോ, ഈ സ്ഖലനം ഉണ്ടായാൽ എന്തില്ല, അത് ശുദ്ധിയുള്ളതാണ്, മനീയ് ശുദ്ധിയുള്ളതാണ് എന്നൊരു മസല എല്ലാവർക്കും അറിയാം. പക്ഷെ മനീയ് ശുദ്ധിയുള്ളതാണ്, ആ മനീയ് നമ്മുടെ വസ്ത്രത്തിലായി, മനീയ് ശുദ്ധിയുള്ള മനീയ് വസ്ത്രത്തിലായാൽ കഴുകണമെങ്കിൽ അത് നിസ്കരിക്കണമെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. അത് ചിലർക്ക് പുതുതായി ഒരു മസലയായി തോന്നുന്നുണ്ടാവും, ചിലർക്ക് പഴയ മസലനെ ആയിട്ടും തോന്നുന്നുണ്ടാവും. നമ്മുടെ മനീയ് ശുദ്ധിയുള്ളതാ. അതുകൊണ്ടാണല്ലോ മനീയ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ മനോഹരം ചെയ്യൽ നിർബന്ധമില്ല എന്ന് മസല കാണാം, കാരണം അത് ശുദ്ധിയുള്ളതാ. പക്ഷെ ഇങ്ങനെ ഒരു മസല എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഷാഫി മദ്ഹബിൽ, മറ്റു മദ്ഹബിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഹനഫി മദ്ഹബില് മനീയ് നജസാണ് എന്നാണ് മസല. അപ്പൊ ഷാഫി മദ്ഹബില് മനീയ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ കഴുകൽ നിർബന്ധമില്ല. അതേമാതിരിക്ക് തന്നെ ഒളുണ്ടാക്കലും നിർബന്ധമില്ലാത്ത കോലങ്ങളുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് ആ മനീയ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ നിർബന്ധം ഇല്ല, അല്ലെങ്കിൽ വസ്ത്രത്തിലായാൽ അത് നജസല്ല എന്ന് പറഞ്ഞത് വികാരം ഇല്ലാതെ പുറപ്പെടുമ്പോഴാണ്. കാരണം വികാരത്തോടുകൂടെ ശഹുവത്തോടുകൂടെ മനീയ് പുറപ്പെടുമ്പോൾ, സ്ഖലനമുണ്ടാകുമ്പോൾ ആ മനീയിന്റെ മുന്നോടിയായി മദജലം പുറപ്പെടും. അതിന് അറബിയിൽ പറയാം മദിയ് എന്നാണ്. മദജലം വികാരമുള്ള സമയത്ത് പ്രത്യേകമായി പുറപ്പെടുന്ന ഒരു കട്ടി കുറഞ്ഞ ദ്രാവകം, അത് നജസാണ്. മദിയ് നജസാണ്, വദിയ് നജസാണ്, മനീയ് ശുദ്ധിയുള്ളതാണ്. അപ്പൊ ഒരു ശഹുവത്തോടുകൂടെ പുറപ്പെടുന്ന സമയത്ത് ആദ്യം മനീയിന്റെ മുന്നോടിയായി എന്തു സംഭവിക്കുന്നു? മദജലം പുറപ്പെടൽ സംഭവിക്കുന്നു. അതിന്റെ പിന്നാലെയാണ് മനീയ് വരുന്നത്. ആ സമയത്ത് ഈ നജസായ മദിയിനോട് കലർന്നിട്ടാണ് മദിയ് വരിക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശഹുവത്തോടുകൂടെ പുറപ്പെടുമ്പോൾ അതെന്താവുന്നു? മുതനജ്ജിസായ മനിയാവുന്നു. അഥവാ മനീയ് ശുദ്ധിയുള്ളതാണെങ്കിലും നജസായ മദിയിനോട് കലർന്നത് കാരണം അത് മുതനജ്ജിസായി മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് അത് ആ നിലക്ക് മനീയ് പുറപ്പെട്ടാൽ, ശഹുവത്തോടുകൂടെ മനീയ് പുറപ്പെട്ടാൽ മുന്നോടിയായി മദജലം അഥവാ മദിയ് വന്നതുകൊണ്ട് ഇസ്തിൻജാ നിർബന്ധമാകും. അതുപോലെ തന്നെ വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമാകും, ശരീരത്തിലായാൽ കഴുകൽ നിർബന്ധമാകും. നേരെ മറിച്ച് ഒരാളെന്ത് ചെയ്തു? സുഖമായി കിടന്നുറങ്ങി, അവൻ ഒരു ദുർസ്വപ്നവും കണ്ടിട്ടില്ല,
വികാരം വരുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ചിലപ്പം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, ചിലപ്പം സ്വപ്നത്തിലായി ചിലപ്പം അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് സ്വപ്നം കണ്ടേക്കാം. ചിലപ്പം നമുക്കത് വലിയൊരു മോശമായി തോന്നുമല്ലേ? അല്ല, നിങ്ങൾ കേൾക്കണോ? സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ അതിന്റെ ഇടയിൽ ആരും ചോദിക്കരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ചിലപ്പം നല്ല നല്ല വ്യക്തികൾ, അങ്ങനെ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചില മുരീദന്മാര് ഉറക്കത്തില് അന്യ സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നത് സ്വപ്നത്തിൽ കണ്ട സംഭവമുണ്ട്. അത് മഹാനായ ശൈഖ് അവറുകളുമായി ചർച്ച ചെയ്തപ്പോ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അങ്ങനെ ഒരു വിധിയുണ്ടായിരുന്നു, ഇയാൾ അന്യ സ്ത്രീയുമായി ബന്ധപ്പെടുമെന്ന്. പക്ഷേ നല്ല നല്ല ആത്മീയ നേതാക്കന്മാരുടെ ബന്ധം, ആ ബന്ധം അത് സ്വപ്നത്തിലൂടെയാക്കി മാറ്റിമറിച്ച് അവനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ്. പോലത്തെ സംഭവങ്ങളൊക്കെയും കിതാബിൽ കാണാം. പിന്നെ ഞാൻ അടുത്തൊരു കിതാബിലൊരു സംഭവം കണ്ടു, ഞാനത് പറയുന്നില്ല. അത് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നിപ്പോകും. അതായത് അന്യ സ്ത്രീകളെ വ്യഭിചരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ വലിയ ഒരു മഹത്വം അതിന്റെ പിന്നിൽ അവനിക്ക് വരുന്നുണ്ട്. ആ മഹത്വം ഏതാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും കണ്ടതിന്റെ പേരിൽ ആകെ കൂടുതൽ ബേജാറ് വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മഹത്വം ഏതാന്ന് ചോദിച്ചിട്ട് ഒറ്റക്കുറ്റും ഫോൺ ചെയ്യേണ്ട. കാരണം ചിലത് ഇൽമാണെങ്കിലും പറയാതിരിക്കലാണ് ഹൈറുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും. അപ്പൊ അങ്ങനെ സ്വപ്നം കാണുമ്പോ വികാരത്തോടു കൂടെയാണ് നിസ്കലനം പുറപ്പെടുക. നേരെ മറിച്ച് ഒരാൾ സുഖമായി കിടന്നുറങ്ങി ഓനെന്താക്കി സുബഹിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ, സുബഹിക്ക് എഴുന്നേൽക്കാന്നുള്ള നമ്മളെ ഭാഷയെ പറഞ്ഞതാണ്, മൊത്തത്തിൽ പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ അവന്റെ വസ്ത്രത്തിലാകെ മനിയ് കണ്ട് ഓനിത് പുറപ്പെട്ടതൊന്നും ഓനറിയില്ല. ചിലപ്പം ശാരീരികമായ ക്ഷീണങ്ങൾ കാരണം, ഞരമ്പിന്റെ ചില അസുഖങ്ങൾ കാരണം എന്തുവാണം അങ്ങനെ സംഭവിക്കും. അപ്പൊ എന്താണ്, ഇപ്പൊ വികാരമൊന്നും ഇല്ലാതെ പുറപ്പെട്ട മനിയാണ്. ആ മനിയ് ശുദ്ധിയുള്ളതാവും. ആ മനിയ് പുറപ്പെട്ടത് വസ്ത്രത്തിലായി, നിസ്കരിക്കാൻ വേറെ വസ്ത്രമില്ല. ഓനക്ക് സുബഹി നിസ്കരിക്കണം, കുലിച്ചു, അതൊക്കെ കുലി നിർബന്ധമാണ്. അത് സ്വപ്നസ്കലനായാലും അറിയാതെ പുറപ്പെട്ടാലും അറിഞ്ഞു പുറപ്പെട്ടാലും ഞെക്കിക്കുറ്റി പുറപ്പെടുവിച്ചാലും എങ്ങനെ പുറപ്പെടുവിച്ചാലും കുലി നിർബന്ധമാണ്. പക്ഷേ എന്ത്, ഇങ്ങനെ മദജലം കലരാത്ത രൂപത്തിൽ എന്താക്കി ഒരാൾക്ക് മനിയ് പുറപ്പെട്ടു, എന്നാൽ അവനത് ഇസ്തിൻജാ നിർബന്ധമില്ല. അതുപോലെ തന്നെ അത് വസ്ത്രത്തിലായാൽ കുലിക്കൽ എന്താണ് വസ്ത്രം കഴുകൽ നിർബന്ധമില്ല. പക്ഷേ എന്താണ് കുലി നിർബന്ധാവും. അത് ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ജനാബത്ത് അത് ഏത് നിലക്കുള്ള ജനാബത്തായാലും ശരി, വലിയ അശുദ്ധിയായാലും ശരി, മസ്റബത്തിനെ കഴുകൽ നിർബന്ധമാണ്. എന്നിട്ട് ഫുഖഹാക്കൾ പറയാൻ എന്താണ് ഈ മസ്റബത്തിനെ കഴുകൽ നിർബന്ധമാണെന്ന് പറയാൻ കാരണം, ഈ അന്നഹ നിശ്ചയമായിട്ടും ഈ മസ്റബത്ത് തെളുഹറു അത് വെളിവാകും, ഫീ വഖത്തിൻ ചില സമയത്ത്, ഫതസീറു അപ്പോ ആ മസ്റബത്ത് ആയിത്തീരും, മിൻ ലാഹിരിൽ ബദനി ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്തിൽപ്പെട്ടതാകും. അപ്പൊ നിർബന്ധമായ കുലി കുലിക്കുമ്പോ സുന്നത്തായ കുലി അങ്ങനെ തന്നെ കേട്ടോ. സുന്നത്തായ കുലിയാണെങ്കിലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേർക്കണം. അപ്പലേ സുന്നത്തായ കുലിയുടെ ആ മഹത്വം ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഞാൻ നിർബന്ധമായ കുലിയുടെ വിഷയം പറയുന്നത് എന്താ, നിർബന്ധമായ കുലി സഹിയായിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം സഹിയാവാത്ത പ്രശ്നം വരുന്നുണ്ട്, അവന് ഹറാമായി ജീവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്, ഖുർആൻ ഓതുന്ന പ്രശ്നം അവിടെ വരുന്നുണ്ട്. നേരെ മറിച്ച് സുന്നത്തായ കുലിയാകുമ്പോ ചേരേണ്ട ഭാഗത്തേക്ക് വെള്ളം ചേർന്നിട്ടില്ലെങ്കിൽ ആ സുന്നത്തായ കുലിയുടെ ആ ഒരു പ്രതിഫലം ലഭിച്ചില്ല എന്നേ വരുള്ളൂ. നമ്മുടെ നിസ്കാരം സഹിയാവാത്ത പ്രശ്നമോ ഖുർആനോത്തെ ഹറാമാകുന്ന പ്രശ്നമോ ഒന്നും സംഭവിക്കുന്നില്ല. എന്നിട്ട് അതാണ് അതിന് കാരണം. അപ്പൊ ഈ മസ്റബത്തിനെ കഴുകൽ നിർബന്ധമാണ്. ചില സമയത്ത് അത് വെളിവാവലുണ്ട്. അപ്പൊ ആ വെളിവാവാൻ സാധ്യതയുള്ള ഭാഗമായതുകൊണ്ട് അതെന്താകുന്നു, ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്തിൽപ്പെട്ടതാണ്. ശരീരത്തിന്റെ ബാഹ്യമായ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേരൽ നിർബന്ധവുമാണ്. എന്നിട്ട് പറയുന്നു വഹിയ, ഏതാ ഈ മസ്റബത്ത്? ഞാൻ എന്റെ സാധാരണക്കാരെ വിഷമിപ്പിക്കല്ലോ.
നമ്മൾ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇബാദത്താർത്ഥം വെച്ചെന്ന് പറയുമ്പോ കുറച്ചും കൂടി ഒരു പറയാനൊരു വിഷമം കുറഞ്ഞു കിട്ടും എന്ന നിലക്ക് പറയുകയാണ്. വഹിയ ഈ മസ്റബത്ത് മുൽത്തഖൽ മംഫദി, മലദോരം എന്ന ദോരം ഒരുമിച്ചു കൂടുന്ന സ്ഥലമാകുന്നു. ആ സ്ഥലത്തിനിക്കാണ് മസ്റബത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് ഫിഖിന്റെ കിതാബിൽ പറയുന്നു ഫയസ്തർഹി ഖലീലൻ ലിയസിലൽ മാഉ ഇലാ ദാലിക. അപ്പൊ എന്ത് വേണം? നിർബന്ധമായ കുലിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു എന്ത് നമ്മള് ഒന്നിങ്ങോട്ട് അയച്ചിടുക. കാരണം ഈ മലദോരം എന്നുള്ളത് ഫിറ്റായി നിൽക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ആ മംഫദ്, ആ ദോരം ഒരുമിച്ചു കൂടുന്ന സ്ഥലം, അപ്പൊ ഒരുമിച്ചു കൂടുന്ന അതേ അവസ്ഥയിൽ അങ്ങോട്ട് വെള്ളം പാർന്നാൽ ആ ഒരുമിച്ചു കൂടുന്ന സ്ഥലത്തേക്ക് വെള്ളം ചേരില്ല. അപ്പൊ അതുകൊണ്ട് എന്തു വേണം? ഒന്ന് ഇസ്തിർഹാ ചെയ്യുക. സാധാരണക്കാർക്ക് തിരിയാന് ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാല് ഒരു കുലിയുടെ മസ്അല എന്ന നിലക്ക് നിങ്ങൾ ആരും വെറുപ്പ് വിചാരിക്കില്ല എന്ന് വെച്ച് ഞാൻ പറയാം. ഒന്ന് മുക്കുക എന്ന് പറയില്ലേ? അപ്പോൾ ഒന്നിങ്ങനെ മുക്കുക, ഒന്നൊരു ആയാസം, ഒന്നിങ്ങനെ തൂക്കിയിടുക. അപ്പൊ അതെന്ത് ചെയ്യും? ഒരു ചെറിയ വികസനം കിട്ടും. ആ വികസനം കിട്ടുമ്പോൾ ഖലീലൻ, അല്പം ഒന്നിങ്ങട്ട് വികസിപ്പിക്കുക. ലിയസിലൽ മാഉ, അങ്ങനെ തന്നെയാണ് ഫിഖിന്റെ കിതാബിൽ പറഞ്ഞത്. ലിയസിലൽ മാഉ, വെള്ളം ചേരാൻ വേണ്ടി. ഇലാ ദാലിക, ആ മംഫദ് ഒരുമിച്ചു കൂടിയ സ്ഥലത്തേക്ക്. അപ്പൊ നമ്മൾ നേരെ കുത്തനെ നിന്ന് നിസ്കരിക്കുമ്പോൾ ആ മലദോരം ഒരുമിച്ചു കൂടുന്ന ഭാഗം അവിടെ കൂടിക്കിടക്കുകയാണ്. ആ കൂടിക്കിടക്കുന്ന ഭാഗത്തേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. അങ്ങോട്ട് വെള്ളം ചേരണമെങ്കിൽ ഒരു ഇസ്തിർഹാ നടത്തണം. അല്പം ഒന്ന് തൂക്കിയിടുക അല്ലെങ്കിൽ മുക്കുക എന്നൊക്കെയും പറയാം. ഇങ്ങനെ തന്നെയാണ് ഇസ്തിൻജാഇന്റെ നേരത്തും അക്കാര്യം നിർബന്ധമാണെന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. കാരണം നോക്കൂ, ഒരു മിനിറ്റ്, ഇബാദത്ത് വായിക്കാനാണ്. നോക്കി, ഫത്തുൽ മീൻ പോലത്തെ കിതാബ് പറയും. നോക്കി, വയംബഗിൽ ഇസ്തിർഹാഉ ലിഅല്ലാ യബ്കാ അസറുഹാ ഫീ തളാഇഫി ശറജിൽ മഖ്അദതി. ഓക്കേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്ന, നമ്മളെ നജസ് വൃത്തിയാക്കുന്നത് വരെ പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നു. അത് ബുജൈരിമിയുടെ ഇബാറത്തായി പറയുന്നത് ഒഫിൽ ബുജൈരിമി വയംബഗി ഐ ഉജൂബൻ, അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ ഉജൂബൻ, നിർബന്ധമാണ്. എന്ത്? ലിൽ മർഅത്തി, പെണ്ണിന് നിർബന്ധമാണ്. വറജുലി, പുരുഷന് നിർബന്ധമാണ്. അൽ ഇസ്തിർഹാഉ, ഇസ്തിർഹാ നിർബന്ധമാണ്. അല്ലാ യബ്ഖാ അസറുൽ നജാസത്തി, നജസിന്റെ അസറുകൾ ശേഷിക്കാതിരിക്കാൻ വേണ്ടി. ഫീ തളാഇഫി ശറജിൽ മഖ്അദത്തി, ഏത്? മഖ്അദത്തിന്റെ ശറജിന്റെ ചുരുളുകളിൽ. മനസ്സിലായില്ല? മഖ്അദത്തിന്റെ ശറജിന്റെ ചുരുളുകളിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ശറജുൽ മഖ്അദത്ത് എന്ന് പറഞ്ഞാൽ? കിതാബുകൾ വിശദീകരിക്കുന്നു. മജ്മഉ ഹലഖത്തി ദുബരി, മലദോരത്തിന്റെ വട്ടക്കണ്ണി ഒരുമിച്ചു കൂടുന്ന സ്ഥലം. ആ സ്ഥലം ഒന്ന് ഇസ്തിർഹാ ചെയ്യണം. ഇല്ലേ? അറബി ജാരിയാകുന്നതിനാൽ മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നല്ലോ. ഇതാ ഞാനത് അങ്ങനെ അറബി കൂട്ടി വായിക്കാൻ കാണാലോ. കാരണം നമ്മൾ നേരെ പച്ച മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോ അയക്കുണ്ടാവുമല്ലോ, ഒലക്ക മുനുങ്ങാണെങ്കിലും വിരല് മറാണ്. ഒലക്കേനോ മുനുങ്ങുന്നത്, എന്നാലും ഒരു വിരലെങ്കിലും മറവെക്കണമെന്ന്. കാരണം ഒരു മറ എന്ന മാതിരി സംഗതി മസ്അലൊക്കെയാണ്, നല്ല മസ്അലയാണ്, നിർബന്ധമായ കൂലി. ചിലപ്പോ ഈ മസ്അല ഇന്നലെ നമ്മളെ ഒരു ചോദ്യത്തിലായി പറഞ്ഞൊരു മസ്അലയായിരുന്നു. സ്ത്രീകളുടെ ആ ഗുഹ്യസ്ഥാനത്തിന്റെ 2 ചുണ്ടുകൾ ഒരുമിച്ചു കൂടുന്ന ഭാഗത്ത് ചില ചുരുളുകളുണ്ട്. ഈ ചുരുളുകളുടെ ഇടയിലേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധാണ് എന്നാണ്. ഇസ്തിൻജാഇന്റെ നേരത്തും നിർബന്ധാണ്, നിർബന്ധമായ കുലിയിലും അത് നിർബന്ധ. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്തിർഹാ ഇല്ലേ? ഇസ്തിർഹാ
എന്ന് പറഞ്ഞാൽ എന്ത്? ഇസ്തിർഹാഖിനാന ഒരു ചെറിയ അതൊരു വികസനം കിട്ടാൻ വേണ്ടി ഒന്ന് മുക്കുക എന്നൊക്കെയാണ് അതിന് പച്ച മലയാളത്തിൽ പറയാ. അത് സ്ത്രീകൾക്ക് അവരുടെ മലദോരത്തിലും ഈ മസ്അല ശ്രദ്ധിക്കണം, അവരുടെ ഗുഹ്യസ്ഥാനത്തിലും ഈ മസ്അല ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പോ എത്ര ആൾക്ക് മതിയുണ്ട്, എത്ര ആൾക്ക് ലജ്ജ വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഞാൻ ഇവിടെ വെച്ച് ആ വിഷയം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ. ഇനി ഇതിന്റെ ഗൗരവം ഇത്രയും ശ്രോതാക്കൾക്ക് മനസ്സിലായല്ലോ. എന്തൊക്കെയോ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് കുലിക്കാറുള്ളത് എന്നെങ്കിലും ഒരു ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതങ്ങനെ ഒരു പരസ്യമായി വല്ലാതെ പറഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. നിങ്ങളൊക്കെ ഓൺലൈനിലായതുകൊണ്ട് നിങ്ങളെ വിഷമൊന്നും ആവൂല, നിങ്ങളാരും ഉരുളങ്കല്ല് തരിയില്ല, വതിർത്ത് തല്ലൂല. പക്ഷെ എന്റെ വീട്ടിലൊരു സാധനം ഉണ്ട്, 37 ചിലപ്പം കൊതവും വെള്ളം കൊണ്ടുങ്ങാണ്ട് ലാപ്ടോപ്പിൽ ഒഴിക്കും, മതി. അപ്പൊ ഏതായിരുന്നാലും മനസ്സിലാവാൻ മാത്രം ഞാൻ എന്താക്കി, നമ്മളൊരു നിർബന്ധമായ കുലിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഏകദേശം ഒരു ധാരണയിലേക്ക് നമ്മുടെ സാധാരണ കൂലിപ്പണിക്കൊക്കെയും പോകുന്ന പകലന്ത്യോളം കൂലിപ്പണിയെടുത്ത് രാത്രി വീട്ടിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി സല്ലപിച്ച് സുബഹിക്ക് കുലിക്കുമ്പോൾ ഇത്തരം മസ്അലകളൊന്നും കേൾക്കാത്ത എത്രയോ സാധാരണക്കാർ അല്ലാഹു തആല അവരിലേക്കൊക്കെയും നമ്മുടെ ഈ നിർബന്ധമായ മസ്അലകൾ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ക്ലാസ് റൂമിലൂടെയും ക്ലാസ് റൂമിന്റെ ശ്രോതാക്കളിലൂടെയും അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ ആ ഭാഗത്തിൽ നിന്ന് പിന്മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരും സഹോദരന്മാരൊക്കെ ആ വിഷയം ശ്രദ്ധിക്കണം.